അവന്റെ മട നമ്മൾ പുലിമടയിൽ കയറി പോയി ചെയ്യുമെന്ന് പറയുന്ന പോലെ നമ്മൾ അവന്റെ മടയിൽ കയറ്റി വെക്കാൻ പോവാണ്. അന്ന് പറഞ്ഞപ്പോ നമ്മൾ കാർബൺ എന്നാ പറഞ്ഞു, പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിപ്പോ. ഇത് കാർബൺ അല്ല, ഇതിന്റെ പേര് കാർബൈഡ്. ഇത് നമ്മളെ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴേ അന്ന് ഈ ചീനിയുടെ മൂട്ടിലല്ല, ചീനിയുടെ ഇപ്പുറത്ത് വന്ന ദ്വാരത്തിലാണ് നമ്മൾ വെച്ചത്. അപ്പൊ പലരും അത് പറഞ്ഞു ചീനിയുടെ മൂട്ടിൽ വെച്ചു എന്ന് പറഞ്ഞു. നമ്മൾ മൂട്ടിലല്ല വെച്ചത്, ചീനിയുടെ അപ്പുറത്തോട്ട് മാറി ആ ദ്വാരം പൊട്ടിച്ച് അതിനകത്താ വെച്ച്. ഇപ്പൊ ഞാൻ വിചാരിക്കാണ്ടോ ചീനി കിടക്കുന്നുണ്ടോ. ഇപ്പൊ അവന്റെ മട പോയി കണ്ടുപിടിച്ച് മടയിൽ വെക്കാൻ പോവാണ്. കാരണം അവൻ ഇവിടുന്ന് ഇത് വരുന്നത്. അപ്പൊ അവൻ ഇനി ഇതെങ്ങനെ വരാൻ പാടില്ല. അപ്പൊ നമ്മളത് പേര് പറഞ്ഞപ്പോ എന്തോ ഒരു ചെറിയൊരു അന്ന് പറഞ്ഞപ്പോ നമ്മൾ കാർബൺ എന്നാ പറഞ്ഞു, പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിപ്പോ. ഇത് കാർബൺ അല്ല, ഇതിന്റെ പേര് കാർബൈഡ്. ഇത് ചെയ്തോണ്ടിരുന്ന വഴിക്കാണ് ഞങ്ങൾ വന്നത്. ഞാൻ വന്ന് വെപ്രാളത്തിൽ വീഡിയോ എടുത്തപ്പോ തെറ്റിപ്പോയതാ. ഇത് കാർബൈഡ് ആണ്. നമ്മള് ഇത് നമ്മളെ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഗ്യാസ് കട്ടിങ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് കാർബൈഡ്. അപ്പൊ നമ്മൾ അതിന് ഇത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ എന്താ ഇതിന്റെ അവന്റെ മട നമ്മൾ പുലിമടയിൽ കയറി പോയി ചെയ്യുമെന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനകത്തോട്ട് ഈ ചോലയൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അതിനകത്തോട്ടെല്ലാം വന്ന് ഈ എലി ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവന്റെ മടയിൽ കയറ്റി വെക്കാൻ പോവാണ്. അവന്റെ മടയിൽ വെക്കുവാണ്, മടയിൽ വെച്ച് കൊടുക്കുക. കണ്ടോ പോഞ്ഞ് കയറുന്നുണ്ടോ കണ്ടോ. ഇനി നമ്മൾ ഇച്ചിരി ചവറും ഒക്കെ വാരി വെച്ചിട്ട് അവനെ അടച്ച് ആ ഗ്യാസ് അങ്ങ് അകത്ത് ചെല്ലണം. അവനെ ഇതങ്ങ് അടച്ചു വെക്കും. ഇവൻ ഈ നാട്ടിൽ ഇവിടെ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അതോട് കണ്ടോ ഗ്യാസ് കണ്ടോ, ഗ്യാസും പുകയെല്ലാം വരുന്നുണ്ടോ. അതിനൊരു പരിഹാരത്തിനാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ ഇത് അവൻ അപ്പുറത്തുനിന്നേ കുഴിച്ചു കയറി വന്നതാ. കണ്ടോ അതിനകത്ത് നമ്മളൊരു ശകലം ഇട്ട് വീണ്ടും കാർബൈഡ് ഇട്ട് ഒന്ന് പോയിക്കാൻ പോവാ. അപ്പുറത്ത് നമ്മൾ ചെയ്തായിരുന്നു, വീണ്ടും ചെയ്യുക. കണ്ടോ ഇതാണ് അവന്റെ പുക, കാണുന്നുണ്ടോ. ആ പുകയും ഗ്യാസും ഇത് പോകരുത്, അത് പോകാതെ നമ്മൾ ഇതിനെ വാരി അങ്ങ് അടച്ചു വെക്കണം. കണ്ടോ ഗ്യാസ് കണ്ടോ, ആ ഹോളിനകത്തോട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് പുറത്തോട്ട് വരത്തില്ല. ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായ കാര്യം. നമുക്ക് എന്തോ ചെലവ് വരുന്നുണ്ട് ചേട്ടാ. ഇത് ഒരു 5 രൂപ 10 രൂപയ്ക്കകത്തുള്ള ചെലവ് കൂടി വന്ന വളരെ നിസ്സാര കാര്യം.